വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മസ്നീൻ ആശുപത്രി വിട്ടു. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ സർജിക്കൽ ICUവിൽ 4 ദിവസം ചികിത്സയിലായിരുന്നു. 10 വയസ്സുകാരി മസ്നീൻ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മാതാവ് ഷക്കീല അപകടത്തിൽ മരിച്ചിരുന്നു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ മസ്നീൻ ആശുപത്രി വിട്ടു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. ബാക്കിയെല്ലാം ദുരന്തമായിരുന്നുവെങ്കിൽ കൂടി എന്താണ് ഇപ്പോൾ അറിയാനാകുന്ന? മസ്നീൻ പൂർണ്ണമായും സുഖപ്പെട്ടോ? സ്മൃതി, നമുക്കറിയാം ഈ വാൽപ്പാറ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ട 10 വയസ്സുകാരി സാഹസികമായിട്ടായിരുന്നു ആ പെൺകുട്ടി ആ മേഖലയിൽ നിന്നും ആ മേഖലയിലൂടെ കടന്നുപോയിരുന്ന യാത്രക്കാർ രക്ഷപ്പെടുത്തിയിരുന്നത്. ഈ ട്രാവലറിൽ നിന്നും തെറിച്ചു വീണ പെൺകുട്ടി ഒരു മരത്തിന്റെ ഒരു ഭാഗത്തായിരുന്നു കുടുങ്ങിക്കിടന്നത്. അവിടെ നിന്നായിരുന്നു ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടിയെ പിന്നീട് പെരിന്തൽമണ്ണയിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പെരിന്തൽമണ്ണയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പെൺകുട്ടിയെ മാറ്റിയിരുന്നത്. അവിടെ ചികിത്സയിൽ തുടരുന്ന വേളയിൽ അവരുടെ ആരോഗ്യനിലയ്ക്ക് തന്നെ ഭേദമായ ഒരു സാഹചര്യത്തിലാണ് കുട്ടി ഇപ്പോൾ ആശുപത്രി വിട്ടതായിട്ടുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 10 വയസ്സുകാരി മസ്നീൻ ഇന്നലെയോടുകൂടിയാണ് ആശുപത്രി വിട്ടിരിക്കുന്നത്. കൈക്ക് ചെറിയൊരു പരിക്കുണ്ട്. ആ പരിക്കൊക്കെ തന്നെ നിലവിൽ വീട്ടിൽ വിശ്രമത്തിൽ തുടർന്നാൽ മാറുമെന്നുള്ളതാണ് ഡോക്ടർമാരും ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ സർജിക്കൽ ICUവിലായിരുന്നു 4 ദിവസം പെൺകുട്ടി ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഷക്കീല എന്ന് പറയുന്ന അധ്യാപികയുടെ മകളായിരുന്നു ഈ പെൺകുട്ടി. ദാരുണമായിട്ടുള്ള അപകടത്തിൽ ഷക്കീല മരിച്ചിരുന്നു. ഏറെക്കാലം ഈ GLP സ്കൂൾ അധ്യാപികയായിരുന്നു അവർ. ഈ അടുത്തായിരുന്നു പാങ്ങിലെ UP സ്കൂളിലോട്ട് മാറിയിരുന്നത്. സഹപ്രവർത്തകരോടൊപ്പം യാത്ര പോരുന്ന ഷക്കീലയോടൊപ്പം മകളും ഉണ്ടായിരുന്നു. മകളും വളരെ സന്തോഷത്തോടു കൂടിയ പോയ യാത്രയിൽ വെച്ചായിരുന്നു അപകടം സംഭവിക്കുന്നതും പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു അപകടത്തിന്റെ നടക്കുന്ന വാർത്തകൾക്കിടയിലാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.